നീ പറഞ്ഞ ഒരു കാര്യം ശരിയാ. നിന്റെ അച്ഛനും ജഗനും തമ്മിൽ പിണങ്ങാനുള്ള ഒരേ ഒരു കാര്യം വന്ദനയാ. അവളെ അച്ഛൻ മരുമകളായിട്ട് അംഗീകരിച്ചു തുടങ്ങിയ അതിനർത്ഥം ജഗനും അച്ഛനും ഒന്നായെന്ന. അങ്ങനെ ഒന്നായ നീ പറഞ്ഞതുപോലെ ഞാനും ജിതേട്ടനും ഈ വീട്ടിലെ വെറും നിഴലുകൾ മാത്രമായിരിക്കും. സ്വന്തമായി രൂപമോ ശബ്ദമോ ഇല്ലാത്ത നിഴലുകള്. പക്ഷെ അവസ്ഥ മുമ്പും അതായിരുന്നുകൊണ്ട് ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റിയെന്ന് വരും. പക്ഷെ നിന്റെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കി. വന്ദന നിന്റെ കുഞ്ഞിനെ കൊന്നതിന് ഇനി അവളുള്ള വീട്ടിൽ നിൽക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് സ്വന്തം വീട്ടിൽ അഭയം തേടിയവളാ നീ. നിന്റെ സ്വപ്നങ്ങൾ ആരെറിഞ്ഞുടച്ചോ അവള് നീയുള്ള സ്ഥലം നോക്കി വന്ന് അവിടുത്തെ സിംഹാസനത്തെ റാണി ചമഞ്ഞിരുന്ന ഒരു കുഞ്ഞെന്ന സ്വപ്നം നിനക്ക് എന്നേക്കുമായി മറക്കാം. അപ്പോഴും ലാഭം അവൾക്കാ. എനിക്കോ കുഞ്ഞുങ്ങളില്ല. നീ കൂടി പ്രസവിച്ചില്ലെങ്കിൽ പിന്നെ അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞായിരിക്കും ഈ സർവ്വ സ്വത്തിന്റെയും അനന്തരാവകാശി. ഇല്ല, എന്റെ കുഞ്ഞിനെ കൊന്നവളെ അച്ഛനെ കൊണ്ട് ഒരു കാരണവശാലും അംഗീകരിപ്പിക്കില്ല. എത്രയും പെട്ടെന്ന് അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കണം. മുളയിലെ നുള്ളി എറിയാനുള്ളത് മുളയിലെ നുള്ളി എറിയണമായിരുന്നു. ഈ നശിച്ചവളെയും കെട്ടി ജഗൻ എങ്ങോട്ടെങ്കിലും ഒരു പോക്ക് പോകുന്ന ഞാൻ കരുതിയത്. അവൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. വന്നാ തന്നെ നിന്റെ അച്ഛൻ അവളെ മുടിക്കുത്തി പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിയുന്ന ഞാൻ കരുതിയത്. ഇതിപ്പോ സംഗതി അങ്ങ് മാറി മറിഞ്ഞു. വിദ്യാർത്ഥി, എത്രയും വേഗം അവളെ ഇവിടുന്ന് പുറത്താക്കാൻ എന്താ വഴിയെന്ന് ആലോചിക്കാം. നീ സമാധാനമായിട്ടിരിക്കും.